ഇത് ഇപ്പോൾ പറഞ്ഞത് 2008 കാലഘട്ടത്തിലാണ് ഈ നിസാർ കമ്മീഷനെ ഗവൺമെൻറ് അച്യുതാനന്ദ സർക്കാർ നിയമിക്കുന്നത്. അച്യുതാനന്ദ സർക്കാർ നിയമിച്ച് നിസാർ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം 9 അതിൻ്റെ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. അത് ഗവൺമെൻറ്റിക്ക് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 10 ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വന്നു, തിരിച്ചു പിടിക്കാനുള്ള ആ സ്വത്ത് തിരിച്ചു പിടിക്കണമെന്നുള്ള ഓർഡർ വന്നു. പക്ഷെ അന്ന് തിരിച്ചു പിടിച്ചില്ല. അതിനെതിരായിട്ട് അവർ അവിടെ താമസിക്കുന്ന ആളുകൾ ഹൈക്കോടതിയിൽ പരാതി പോയി. അങ്ങനെ ഹൈക്കോടതി 2016 എനിക്ക് സംശയം 16 കാലഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ വന്നത് ബോർഡിലേക്ക് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്നുണ്ട്. ബോർഡ് ആ തീരുമാനം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിൽ നോട്ടീസ് ഒന്നും ഇഷ്യൂ ചെയ്യാതെ അവിടെ വെച്ച് പെൻഡിങ് വെച്ച്. അങ്ങനെ പെൻഡിങ് വെച്ച് അവസാനം കോർട്ട് കണ്ടംപ്റ്റ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കത് എന്തെങ്കിലും ഒന്ന് ആക്കണം. അതിന് പരിഗണിച്ചു എന്ന വലിയ ബോർഡിൽ പരിഗണിച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ നോട്ടീസ് ഒരു പാർട്ടിക്കും അവിടുന്ന് വെക്കേറ്റ് ചെയ്യണമെന്നുള്ള നോട്ടീസോ തിരിച്ചു പിടിക്കാനുള്ള നോട്ടീസോ ഇഷ്യൂ ചെയ്തിട്ടില്ല. അത് ചെയ്തത് പിന്നെ എൻ്റെ ശേഷം വന്ന വക്ക ബോർഡായിരുന്നു. അത് അംസാക്കായിരുന്നു ചെയർമാൻ. അംസാക്കാണ് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഞാനല്ല. സർക്കാർ വിചാരിച്ചാൽ അത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. സർക്കാർ വിചാരിച്ച മാനുഷിക പരിഗണന നൽകിയിട്ട് അവരെ ഇറക്കി വിടാതെ അവരെ പരിഗണിക്കാൻ പറ്റും. സർക്കാരിന് വിചാരിക്കാം, സർക്കാർ ചെയ്യാൻ കഴിയും.